കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. എന്താ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഈ പയ്യനെതിരെ വൈഫ് ഫയല് ചെയ്തിട്ടുള്ള MC കേസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ MC കേസിൽ ഈ പയ്യനെതിരെ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങൾക്കും ഒരു MC കേസ് എതിർഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും വരികയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കോടതിയിൽ നിന്നും ഇതുപോലെയുള്ള ഒരു MC കേസ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റേർഡ് ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കത്ത് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ചാൻസിൽ തന്നെ അത് ഒപ്പിട്ട് കൈപ്പറ്റുവാനായി ശ്രമിക്കാം. കാരണം കോടതി നടപടിക്രമങ്ങളെയും കോടതിയെയും ഇന്ത്യൻ നിയമത്തെയും അനുസരിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ കോടതിയിൽ നിന്നും ഒരു സമൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളത് ഒപ്പിട്ട് മേടിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഇതുപോലെ ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പറ്റി അത് എഴുതിയിട്ടുണ്ടാവും, നിങ്ങളെ പറ്റി നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചും എഴുതിയിട്ടുണ്ടാവും. ഒരു കാരണവശാലും പാനിക് ആവേണ്ട ആവശ്യമില്ല. അതെല്ലാം വായിച്ചു കഴിയുമ്പോൾ അറിയാം അതിൽ ഏതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് അസത്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾക്കെതിരെ വൈഫ് പറഞ്ഞിട്ടുള്ള നുണകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നമ്പർ ഇട്ട് നോട്ട് ചെയ്യുക. നിങ്ങളുടെ മാതാപിതാക്കളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള അസത്യമായ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളുടെ സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്യുക. നിങ്ങളുടെ ശമ്പളം തീർച്ചയായും യഥാർത്ഥ ശമ്പളത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ശമ്പളമായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. ആ കാര്യങ്ങളും കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു വക്കീലിനെ എന്തായാലും നിങ്ങൾ കാണേണ്ടതാണ്. അതിനുശേഷം കോടതി പറയുന്ന ആ ഒരു ഡേറ്റിന് തീർച്ചയായും കോടതിയിൽ നിങ്ങൾ പ്രസന്റ് ആകുക. കോടതിയിൽ പ്രസന്റ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, നേരെ കൗൺസിലിംഗിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടാവുക. ഏകദേശം ഒരു 3 വട്ടം കൗൺസിലിംഗ് ഉണ്ടാകാം. ആ കൗൺസിലിംഗിൽ ഒരു പക്ഷേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർന്ന് നിങ്ങൾക്ക് വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് പരാജയപ്പെടാനും അവിടെ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൗൺസിലിംഗ് പരാജയപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഭാര്യ നൽകിയിട്ടുള്ള ആ MC കേസിന് നമ്മുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു മറുപടി കോടതിയിൽ നിർബന്ധമായി നിങ്ങളത് ഫയൽ ചെയ്തിരിക്കണം. സാധാരണഗതിയിൽ ഒരു സമൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ മറുപടി കോടതിയിൽ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് കണക്ക്. ഏതെങ്കിലും കാരണവശാൽ ശക്തമായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണങ്ങളാൽ നിങ്ങൾക്കത് ഫയൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 30 ദിവസം കൂടി കിട്ടും. എന്നിട്ടും ഫയൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 30, വീണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 30, മാക്സിമം 120 ദിവസം വരെയായിരിക്കും നമുക്കത് ഫയൽ ചെയ്യേണ്ട ആ സമയം നീട്ടി കിട്ടുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പലരും പറയും ഭാര്യയെ പാഠം പഠിപ്പിക്കുവാനായിട്ട് ഫയൽ ചെയ്യുന്നതൊക്കെ നീട്ടിക്കൊണ്ടുപോകാം എന്ന് പലരും ഉപദേശിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മറുപടി കോടതിയിൽ ഫയൽ ചെയ്താലാണ് കേസിൻ്റെ ആ ഒരു ഇഴച്ചിൽ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. പിന്നീടാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മറുപടി ഫയൽ ചെയ്യുവാനായിട്ട് നോക്കാം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ഡേറ്റുകൾ മുഴുവനും നോക്കുക. ഇനി ചിലപ്പോൾ എതിർഭാഗം അതിനെ പറ്റിയിട്ട് ഒന്നും മറുപടി ഫയൽ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 2-3 കൊല്ലം വരെയൊക്കെ ചില കേസുകളിൽ മറുപടി ഫയൽ ചെയ്യാതെ കേസ് നീണ്ടുപോകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരാറുണ്ട്. നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ മറുപടി ഫയൽ ചെയ്യേണ്ട ഡേറ്റിനെ കുറിച്ചിട്ടുള്ളൊരു തീരുമാനമായല്ലോ. ഇനി മറുപടി ഫയൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ ഗൾഫിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി സംബന്ധമായിട്ട് പോകണമെന്ന് വിചാരിക്കുക. കൃത്യമായി കോടതിയിൽ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിശ്വസ്തനായ ആരെങ്കിലും ഒരാളുടെ പേരിലേക്ക് ഒരു പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്ത് അയാളെ നമുക്ക് ഈ കേസ് കഴിയുന്നത് വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് ഏൽപ്പിക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കേസുള്ള ദിവസങ്ങളിൽ പരമാവധി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച പവർ ഓഫ് അറ്റോർണി ആയിട്ടുള്ള ഒരു വ്യക്തിയോ നിർബന്ധമായും കോടതിയിൽ
പോകണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. MC കേസിലെ അടുത്തൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്രയാണ് എന്നുള്ളത് കോടതിക്ക് അറിയില്ല. പക്ഷേ ഭാര്യ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട് എന്നതൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഒപ്പം തന്നെ അവരൊരു ഇൻ്റർവ്യൂ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് താൽക്കാലിക ചെലവിന് വേണ്ടിയിട്ടും അവരൊരു എമൗണ്ട് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങൾ കോടതിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം എത്രയാണ് എന്നുള്ളത് കൃത്യമായി കോടതിയെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ കോടതിയുടേതായ രീതിയിൽ ഈ ഭാര്യ പറഞ്ഞ കണക്ക് വെച്ചുകൊണ്ട് ഒരു സംഖ്യ വിധിക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കുവാനായിട്ട് 2021 മുതലുള്ള സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് പ്രകാരം നിങ്ങളുടെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഫോമുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കണം. അതുപോലെ തന്നെ ഭാര്യയും ഈ പറയുന്ന അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ ഫോം കോടതിയിൽ ഫയൽ ചെയ്ത് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളും നോക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ എല്ലാത്തിൻ്റെയും സർട്ടിഫൈഡ് കോപ്പി കോടതിയിൽ നിന്നും എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യാം. എന്നാലാണ് എന്തൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. ചില സിറ്റുവേഷനിൽ ഭാര്യ ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ല എന്ന് അല്ലെങ്കിൽ ജോലി ഉള്ള കാര്യം മറച്ചു വെക്കാറുണ്ട്. അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ ഫോം കോടതിയിൽ സമർപ്പിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ അതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കോപ്പി എടുക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം, കോടതിയിൽ പറയണം. കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ നിയമപ്രകാരം ഈവൻ നമ്മുടെ താൽക്കാലിക ചെലവിനുള്ള കേസാണെങ്കിൽ പോലും ഭാര്യയുടെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ ഫോം കോടതിയിൽ സമർപ്പിക്കണം, മാൻഡേറ്ററി ആയിട്ട് സമർപ്പിക്കണം എന്ന് തന്നെയാണ് നിയമമുള്ളത്. അപ്പം നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ ഭാര്യ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അത് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇൻ്റർവ്യൂ മെയിൻ്റനൻസിൻ്റെ അല്ലെങ്കിൽ താൽക്കാലിക ചെലവിനുള്ള തുകയുടെ കാര്യം കോടതി പരിഗണിക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി പലപ്പോഴും ഭർത്താക്കന്മാർക്ക് തോന്നുന്നൊരു സംശയമാണ്, നമ്മളിങ്ങനെ ഒരു കേസ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് വിദേശത്തേക്ക് പോകുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് അത് റിന്യൂ ചെയ്യുവാനോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ വരുമോ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു വ്യക്തിക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇത് വരികയാണ് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോടതിയിൽ വന്ന് ഒരു അഫിഡവിറ്റ് സമർപ്പിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ജോലിക്ക് പോകണമെന്നും കോടതി പറയുന്ന സമയത്ത് കോടതിയിൽ ഹാജരാകുവാനായിട്ട് തയ്യാറാണ് എന്നുള്ളൊരു അഫിഡവിറ്റ് എഴുതി കൊടുത്ത് കോടതിയുടെ കയ്യിൽ നിന്നും ഒരു സിഗ്നേച്ചർ മേടിച്ചിട്ട് അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിന് പാസ്പോർട്ട് ഓഫീസിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ക്ലിയറായി, ഇത് കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ഇല്ലാത്തൊരു സാലറിയാണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് എത്രയാണ് എന്നുള്ളത് ആ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ ഫോമിലും നമുക്കതിൽ സമർപ്പിക്കുവാനായിട്ട് ഞങ്ങൾ നോക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ ഫൈനൽ സ്റ്റേജിൽ അത് എപ്പോഴും ഞാൻ പറയാം, ആ സമയത്ത് ഈ ഭാര്യയുടെ അഡ്വക്കേറ്റ് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, ഭർത്താവിന് ഒരു മാസം കഴിയുവാനായിട്ട് എത്ര രൂപ വരുമാനമല്ല ചോദിച്ച്, നിങ്ങൾക്ക് ഭർത്താവിന് ഒരു മാസം കഴിയുവാനായിട്ട് എത്ര രൂപ ചെലവുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യം ഒരു ടെക്നിക്കൽ ചോദ്യമാണ്. കാരണം ഭർത്താവിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എത്രയാണ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. പക്ഷേ ഭർത്താവ് വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞ് എനിക്ക് 2000 രൂപ ചിലവുള്ളൂ, ഒരു മാസം കഴിയുവാനായിട്ട് ആവശ്യമുള്ളൂ എന്ന് ഭർത്താവ് പറഞ്ഞു. എന്ന് പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് അപ്പോൾ എന്തായാലും മാറി 2000 രൂപയായിട്ട് മാറി. അപ്പോൾ ഭാര്യയ്ക്കും അപ്പോൾ എത്ര കൊടുത്താൽ മതി, 2000 രൂപ ചിലവിന് കൊടുത്താൽ മതി. കാരണം ഭർത്താവിൻ്റെ അതേ സോഷ്യൽ സ്റ്റാറ്റസ് തന്നെയാണ് ഭാര്യയ്ക്കും കിട്ടേണ്ടത് എന്നുള്ള ഒരു കോടതി വിധിയുണ്ട്. അപ്പോൾ ആ കോടതി വിധിന് നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു തുകയാക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ അഭിമാനത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ MC കേസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് എന്നൊരു പോയിന്റ് മനസ്സിലാക്കുക. ഇനി ഇതുപോലെ തന്നെ ഈ ഭാര്യമാരോട് പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MC കേസ് ഫയൽ ചെയ്തിട്ട് ഭർത്താവ് അത് ആ രജിസ്റ്റേർഡ് സമൻസ് കൈപ്പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതി മുഖാന്തരം നേരിട്ട് ഈ സമൻസിൻ്റെ ഒരു കോപ്പി ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ വീടിൻ്റെ ചുമരുമ്പിൽ ഒട്ടിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. അത് കോടതിയോട് നമ്മളത് പറഞ്ഞാൽ മതി. പിന്നെ ഈ സമൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റേർഡിൽ അതിൽ പറഞ്ഞിട്ടുള്ള ആൾ തന്നെ അത് കൈപ്പറ്റണം എന്ന് നമ്മുടെ CPC പറയുന്നില്ല. പകരം 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ വീട്ടിലുള്ള ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ഈ പറയുന്ന കോടതി സമൻസ്
സമൻസ് കൈപ്പറ്റുവാനായിട്ടുള്ള അധികാരമുണ്ട്. എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരി അല്ലെങ്കിൽ ഡ്രൈവർ ഇവർക്ക് മാത്രം അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കൈപ്പറ്റുവാനായിട്ട് സാധിക്കില്ല. ബാക്കി വീട്ടിലുള്ള 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ സമൻസ് കൈപ്പറ്റുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് MC കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഭാര്യ ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും പാനിക് ആവേണ്ട ആവശ്യമില്ല. കോടതി എന്താണോ പറയുന്നത് അതിന് അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ ഭർത്താവും ഇതുപോലെ തന്നെയാണ് ഈ കേസ് ഡീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ MC കേസിൻ്റെ മറുപടി ഈ പറയുന്ന 3 കൗൺസിലിങ്ങിനും ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.